ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇടയ്ക്കെല്ലാം വായിക്കാറുള്ള ഇബ്നു ജൗസി റഹിമഹുള്ളയുടെ ആദാബുൽ ഹസനിൽ ബസരി വസുഹുദുഹു വമവാഇദുഹു, ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളുമെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള കിതാബാണ്. 6 ഫസ്ലുകളായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത്. അതിൽ 3ഓളം ഫസ്ലുകൾ നമ്മൾ വായിച്ചിരുന്നു. ഇനി അൽ ഫസ്ലു അർ-റാബിഅ, 4ാമത്തെ ഫസ്ൽ, അഥവാ ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ ഖൗലുകൾ, 4ാമത്തെ ഫസ്ല് വിഷയം ഫീ ദമ്മി ദുനിയ വനഹ്യിഹി അൻ തഅല്ലുഖ ബിഹാ, ദുനിയാവിൻ്റെ നിരർത്ഥകതയും അതുപോലെ ദുനിയാവുമായി ഖൽബ് തഅല്ലുഖാവുന്നത്, അടുത്ത ബന്ധത്തിലാകുന്നതിനെ വിരോധിച്ചുകൊണ്ടുള്ള ഖൗലുകളാണ് ഈ ഫസ്ലിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫസ്ലിൽ തന്നെ ഒരു ഉപശാഖയായിട്ട് ഒരു വിഷയം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യം ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം വായിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ അസർ, قال هشام بن حسان سمعت الحسن يقول, ഹസനുൽ ബസരി റഹിമഹുള്ള പറഞ്ഞത് കേട്ടതായിട്ട് ഹിഷാം ഇബ്നു ഹസ്സാൻ പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണ്, മാ അഹദും മിനൻ നാസ് ബുസിത ലഹു ഫീ അംരിൻ മിൻ ഉമൂരി ദുനിയാ, ഒരു മനുഷ്യനുമില്ല അവന് ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യം വിശാലമാകുകയാണ്, ഫലം യഖഫ് അൻ യകൂന ദാലിക മക്റൻ ബിഹി, പക്ഷെ അവനൊരു ഭയവുമില്ല, ഇത് അല്ലാഹു തആല എന്റെ മേലെ നടത്തുന്ന മക്റാണ്. അള്ളാഹുവിന്റെ മക്ർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം പറയാൻ പറ്റിയൊരു വാക്ക് തന്ത്രം എന്നാണ്. അതായത് ദുനിയാവ് കൊടുത്തിട്ട് അവൻ എത്രത്തോളം അതിന്റെ പിന്നാലെ പോകുമെന്നുള്ള ഒരു പരീക്ഷണമാണ് എന്നവൻ മനസ്സിലാക്കുന്നില്ല, അവൻ ഭയപ്പെടുന്നില്ല. വസ്തിദ്റാജൻ ലഹു, ഒരു ഇസ്തിദ്റാജാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ യഥേഷ്ടം ദുനിയാവ് നൽകും, എന്നിട്ട് അവൻ തിന്മയിൽ മുഴുകുമ്പോൾ അവസാനത്തിൽ ഒരു പിടുത്തം പിടിക്കും. അങ്ങനെ ഭയപ്പെടുന്നില്ല എങ്കിൽ ഇല്ലാ നഖസ ദാലിക മിൻ അമലിഹി, ആ ഭയം അവനില്ല എങ്കിൽ അവന്റെ അമലിൽ കുറവ് വരും. വദീനിഹി, അവന്റെ ദീനിൽ കുറവ് വരും. വഅഖലിഹി, അവന്റെ ബുദ്ധിയിൽ കുറവ് വരും. വലാ അഹദുൻ അംസക അല്ലാഹു ദുനിയാ അൻഹു, ഇനി വേറൊരാൾ ദുനിയാവ് അവനിൽ നിന്ന് അള്ളാഹു പിടിച്ചു വെക്കുകയാണ്, അഥവാ യഥേഷ്ടം കൊടുക്കുന്നില്ല, കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെയാണ്. വലം യറാ അന്ന ദാലിക ഖൈറുൻ ലഹു, എന്നിട്ട് അവൻ മനസ്സിലാക്കുന്നില്ല അത് അവന് ഖൈറാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇല്ലാ നഖസ ദാലിക മിൻ അമലിഹി, അത് അവന്റെ അമലിൽ കുറവ് വരുത്തും. വബാനൽ അജ്സു ഫീ റഈഹി, അവന്റെ ചിന്ത, അത് അതിലെ കുറവ്, അതിലൊരു വിഡ്ഢിത്തം വ്യക്തമാവുകയും ചെയ്യും. അതായത് 2 തരം ആളുകൾ ഉണ്ടാവും. ഒന്ന് ദുനിയാവ് യഥേഷ്ടം നൽകപ്പെട്ടുള്ള ആളുകൾ ഉണ്ടാവും, 2 ദുനിയാവിൽ കുറച്ച് കുറവ് വരുന്ന ആളുകൾ ഉണ്ടാവും. ദുനിയാവ് യഥേഷ്ടം ഒരാൾക്ക് നൽകപ്പെടുകയും അവന് യാതൊരു ചിന്തയില്ല, അള്ളാഹു ഇതൊരു മക്റായിട്ടാണ്, ഇത് ഇസ്തിദ്റാജാണ്, എന്നെ പിടികൂടാനുള്ള ഒരു കാര്യമാണ് എന്ന ഭയം അവന് തീരെയില്ല. അവന് യഥേഷ്ടം അതിനെ ആസ്വദിക്കുകയാണെങ്കിൽ അവന്റെ അമലിൽ കുറവ് വരും, അവന് സൽക്കർമ്മങ്ങൾക്ക് മടി വരും, കാരണം അവന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ദീനിൽ കുറവ് വരും, അതുപോലെ അവന്റെ ബുദ്ധിയിൽ കുറവുണ്ടാവും. ഇനി ഒരാൾക്ക് കുറച്ച് ഞെരുക്കും ബുദ്ധിമുട്ടൊക്കെയാണ്, പക്ഷെ അവനത് മനസ്സിലാകുന്നില്ല, അവനത് ഖൈറാണ്, അള്ളാഹു എനിക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് ഖൈറാണെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ അവന്റെ ബുദ്ധിയിലുള്ള കുറവ് വ്യക്തമാകുന്ന ഒരു കാര്യമാണത്. കാരണം ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വെച്ചിട്ടുള്ള കാര്യമാണ്. ദുനിയാവ് നൽകി എന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ ഒരാളുടെ സ്ഥാനത്തെ അറിയിക്കുന്ന കാര്യമല്ല. വകാന യഖൂൽ, ഹസനുൽ ബസരി റഹിമഹുള്ള പറയാറുണ്ട്, മാ മിൻ മുസ്ലിമിൻ റുസിഖ യൗമൻ ബിയൗമിൻ ഫലം യഅലം അന്ന ദാലിക ഖൈറൻ ലഹു ഇല്ലാ കാന ആജിസ റഅയ്, ഒരു മുസ്ലിമുമില്ല അവന് അന്നന്നത്തെ റിസ്ഖാണ് നൽകപ്പെടുന്നത്,
കുറേ സ്വത്തൊന്നുമില്ല, പക്ഷെ അന്നന്നത്തെ കാര്യം അവന് നടന്നു പോകുന്നുണ്ട്, അന്നന്നത്തെ റിസ്ക് നൽകപ്പെടുന്നുണ്ട്. എന്നിട്ട് അവൻ മനസ്സിലാക്കുന്നില്ല, ഇതെനിക്ക് ഹൈറാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവന്റെ ചിന്ത അത് ഒരു തകർന്ന, ഒരു മോശപ്പെട്ട, ദുർബലമായ ചിന്തയാണ്. അവനത് മനസ്സിലാകുന്നില്ല എങ്കിൽ അവന്റെ ചിന്ത ശരിയല്ല, അവൻ അല്ലാഹുവിനെ മനസ്സിലായിട്ടില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല ലയുഅതിൽ അബ്ദ മിനദ് ദുനിയ മക്റൻ ബിഹി. അല്ലാഹു ഒരു അടിമക്ക് ദുനിയാവ് വിശാലമാകുന്നത് നൽകുന്നത് അവനെ പരീക്ഷിക്കാനാണ്, മക്റാണ്. വയംനഉഹു നവറൻ ലഹു, അത് തടയുന്നതോ അവൻ എന്ത് നിലപാടെടുക്കുമെന്ന് അള്ളാഹുവിനെ നോക്കിക്കാണാൻ വേണ്ടിയിട്ടുമാണ്. അതുപോലെ തന്നെ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്റക്തു അഖ്വാമൻ കാനത് ദുനിയ അഹ്വന ഇൻദഹും മിനത് തുറാബ് അല്ലദീ തംശൂന അലൈഹി. ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഹസൻ ബസീർ ചില ആളുകളെ കണ്ടിട്ടെന്ന് പറഞ്ഞ ഉദ്ദേശം ആരെയാണ്? സ്വഹാബികളെയാണ്. അവർക്ക് കാനത് ദുനിയ, ദുനിയാവ് എങ്ങനെയായിരുന്നു വെച്ചാൽ അഹ്വന ഇൻദഹും മിനത് തുറാബ് അല്ലദീ തംശൂന അലൈഹി, നിങ്ങൾ ചവിട്ടി നടക്കുന്ന മണ്ണിനേക്കാൾ വില കുറഞ്ഞ വസ്തുവായിരുന്നു അവർക്ക് ദുനിയാവ് എന്നത്. അങ്ങനെയുള്ള ഒരു കൗമിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. സത്യത്തിൽ നമ്മുടെ ഏറ്റവും മനസ്സിലാകാതെ, ഇന്ന കാലത്ത് പ്രത്യേകിച്ച് മനസ്സിലാകാതെ പോകുന്ന കാര്യമാണ് ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്നുള്ളത്. ഏറ്റവും വലിയ ലഹരിയാണ്, മനുഷ്യന്റെ ബുദ്ധിയെ അങ്ങേയറ്റം മറച്ചു കളയുന്ന ഒരു ലഹരിയാണത്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയും, കള്ളുടിച്ച് നടക്കുന്ന ഒരാള്, കള്ളുടിച്ച് ലക്കേട്ട് എടുക്കുന്ന ഒരാള്, നമ്മൾ അയാളോട് പോയി എന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? ഇല്ല, അയാൾക്ക് തിരിയില്ല. അതുപോലൊരു ലഹരിയാണ് ദുനിയാവിനോടുള്ള ഹുബ്ബും അതിനോട് ഖൽബ് തഅല്ലുഖാവലും. അവന് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവനത് മനസ്സിലാക്കാൻ സാധിക്കൂല, കാരണം അത്രത്തോളം ഖൽബിൽ ഈ ചിന്തയുമായിട്ട് മുഴുകിയിട്ടുണ്ടാവും. അത്ര വലിയ ലഹരിയാണ് അത്. സ്വഹാബികൾ അവർക്ക് ഏറ്റവും അവർ ഒഴിവായതും അതിൽ നിന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നജാ അവ്വലു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ആദ്യത്തെ സമൂഹം വിജയിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ബിൽ യഖീനി വസ്സുഹുദ്, യഖീന് കൊണ്ടും സുഹുദ് കൊണ്ടുമാണ്. യഖീന് കൊണ്ടും സുഹുദ് കൊണ്ടുമാണെന്ന് പറഞ്ഞത്. ദുനിയാവിനോട് ഖൽബിൽ ബന്ധമില്ലാതിരിക്കും. ഇത് ഒരിക്കലും സമ്പത്ത് ഉണ്ടാക്കരുത് എന്നോ സമ്പത്ത് ഉണ്ടാവാതിരിക്കലാണോ എന്നല്ല അർത്ഥം. പല ആളുകൾക്കും എന്താണിത് എന്ന് മനസ്സിലായിട്ടില്ല, ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്താണെന്നുള്ളത്. കാരണം ഇപ്പൊ നോക്കി നോക്കി, നമ്മൾ മുമ്പേ പറയാറുണ്ട്, ഹസൻ ബസ്രീ റഹിമഹുള്ളയുടെ കാലത്ത് തന്നെ ജീവിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഈ രണ്ടു പേരുകൾ സലഫുകൾ തന്നെ അത്ഭുതത്തോടു കൂടി പറയുന്ന രണ്ടാളുകളാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഹസൻ ബസ്രീ റഹിമഹുള്ള അടിമയായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസോ ഖലീഫയാണ്. രണ്ടും രണ്ട് തരത്തിലുള്ള ആളുകളാണ്. അവർ രണ്ടുപേരും ദുനിയാവിനോടുള്ള വിരക്തിയിലും സൽക്കർമ്മങ്ങൾ മുന്നേറുന്നതിലും അറിയപ്പെട്ട ആളുകളുമാണ്. അപ്പോ ഈ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നിപ്പോവും, ഇത് എന്തൊരു ഭ്രാന്ത പറയും, ഇന്ന് കാലത്ത് ഇതൊക്കെ പറയാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ, അല്ല ഇയാൾ എന്താ ഈ പറയുന്നത്, അങ്ങനെയൊക്കെ തോന്നിപ്പോവാം കേൾക്കുന്ന പലർക്കും. പക്ഷേ സുഹുദ് എന്നുള്ളത് പ്രധാനമായിട്ടും ഖൽബുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ അനന്തര ഫലങ്ങൾ പലരുടെയും പുറത്ത് കാണുമെങ്കിലും സഹാബികളിൽ സമ്പന്നനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയ സാഹിദായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹാദുകളുടെ ഇമാമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്തുള്ളവനാണ്. പക്ഷേ അവരെക്കാൾ സാഹിദായിട്ടുള്ള ആരാണുള്ളത്? ഹസൻ ബസ്രീ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, നിങ്ങൾ സ്വഹാബാക്കളെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയും അവർക്ക് ഭ്രാന്താണെന്ന്. സ്വഹാബികൾ നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയല്ല. കാരണം അത്രയും ഒരു വ്യത്യാസം അവരുമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലെ ഓരോ വാക്കുകളും വളരെ ഉപകാരപ്രദവുമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, റഹിമല്ലാഹു അഖ്വാമൻ കാനത് ദുനിയ ഇൻദഹും വദീഅ, ഒരു സമൂഹം അവർക്ക് അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ, സ്വഹാബാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ദുനിയാവ് എങ്ങനെയായിരുന്നു? ഒരു വദീഅ ആയിരുന്നു. വദീഅ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചു. ആ ഏൽപ്പിക്കപ്പെട്ട സാധനം എന്താണ്? നമുക്കറിയാം അത് തിരിച്ചു കൊടുക്കേണ്ട സാധനം എന്നറിയാം. അതാണ് വദീഅ എന്ന് പറയുന്നത്. ഹത്താ റുദ്ദൂഹാ ഇലാ മൻ ഇതമനഹും അലൈഹാ, ഇത് മടക്കി കൊടുക്കേണ്ട, ഞാൻ എനിക്ക് തന്ന ആൾക്ക് മടക്കി കൊടുക്കേണ്ട ഒരു വസ്തുവാണ് എന്നുള്ള നിലയ്ക്ക് അവർ ദുനിയാവിനെ കണ്ടിട്ടുള്ളൂ. സുമ്മ റാഹു ഖിഫാഫൻ ഗൈറ മുഫ്തലീൻ, അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, ഇതൊരു ഭാരമായിട്ട് തോന്നാറില്ല. ഇതിനെക്കുറിച്ച് ആലോചിക്കാനോ ഇതിനെക്കുറിച്ച് ഒരു ഭാരമായിട്ട് നിൽക്കാനോ ഒന്നുമില്ല. ഇത് തിരിച്ചു കൊടുക്കേണ്ട ഒരു സാധനമാണ്. വലഖദ് അദ്റക്തു അഖ്വാമൻ, എന്നിട്ട് പറയാണ് ഞാൻ ഒരു സമൂഹത്തെ കണ്ടിട്ടുണ്ട്. ഒക്കെ സ്വഹാബികൾ ഉദ്ദേശിച്ചിട്ടാണ്. കാനത്ത് ദുനിയ തതഅറദു ലിഅഹദിഹിം, അതിൽ ഓരോരുത്തർക്കും ദുനിയാവിനെ അവർക്ക് നൽകപ്പെടുന്ന, അവർക്ക് അവരുടെ മുമ്പിൽ കാണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വൈന്നഹു ലമജ്ഹൂദുൻ, അവരതിലേക്ക് ആവശ്യക്കാരുമായിരുന്നു.
ഫയത്റുകുഹാ മഖാഫത സാഅ, അന്ത്യനാളിനെ ഭയപ്പെട്ടിട്ട് അവരത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, എന്നുള്ളത്. ദുനിയാവിനെ കുറിച്ച് നമുക്ക് ഏറ്റവും വലിയ ചിന്ത ഉണ്ടാവേണ്ടത് അതൊരു വദിയഅത്താണ് എന്നാണ്. അത് നമ്മുടെ സമ്പത്താവട്ടെ, നമ്മുടെ ആയുസ്സാവട്ടെ, ആരോഗ്യമാവട്ടെ, ഭാര്യയാവട്ടെ, മാതാപിതാക്കളാവട്ടെ, മക്കളാവട്ടെ, അധികാരമാവട്ടെ, ഇതെല്ലാം ഞാൻ ഏത് സമയവും തിരിച്ചു കൊടുക്കേണ്ട സാധനമുള്ള ബോധം നമുക്ക് വേണം. ഏത് സമയവും ഇതിന്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ട സാധന എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഇതിനൊന്നുമായിട്ടും ഇതെന്റെ പൂർണ്ണാധികാരത്തിലുള്ളതാണ് എന്നുള്ള തഅല്ലുഖ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എന്റെ എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളിലൊരു ചിന്ത വേണം, അള്ളാഹ് എനിക്ക് തന്നത് എന്നുള്ള ചിന്ത. എന്നാൽ മാത്രമേ നമുക്ക് സമാധാനത്തോടുകൂടി ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ചരിത്രം പലപ്പോഴും പറയാറുള്ളതാണ്, പക്ഷേ നാം ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ ചിന്തിക്കേണ്ട ഒരു ചരിത്രമാണ്. അവരുടെ മകൻ അബൂ ഉമൈർ എന്നുള്ള പേരിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സലൈമ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായ മകനാണ് അബൂ ഉമൈർ. അബൂ ഉമൈർ മരണപ്പെട്ടു. അബൂ തൽഹ യാത്ര കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ഒരു ഉമ്മയാണ്, ആ ഉമ്മ കുട്ടിയെ കഫൻ ചെയ്ത് അവിടെ റൂമിൽ മാറ്റി കിടത്തിയിട്ട് അയൽവാസികളോടൊക്കെ പറഞ്ഞു, ഭർത്താവ് വന്നാൽ നിങ്ങൾ പറയരുത്, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പൊ യാത്ര കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് മുമ്പിൽ ഏറ്റവും നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി ഏറ്റവും നല്ല ഭക്ഷണം ഒരുക്കിയിട്ട് ആ സ്ത്രീ ഭർത്താവ് വന്ന് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, ആ സ്ത്രീയുമായിട്ട് ജിമായിൽ ഏർപ്പെടുന്നവരെ ഈ വിവരം അറിയിച്ചിട്ടില്ല. സ്വന്തം കുട്ടിയുടെ മയ്യത്ത് വീടിന്റെ അപ്പുറത്ത് ഇരിക്കുമ്പോ സ്വന്തം ഭർത്താവിന്റെ തൃപ്തിപ്പെടുത്തുകയാണ് ഭാര്യ, ആ സ്ത്രീ. എന്നിട്ട് കഴിഞ്ഞ് ആ ഭർത്താവ് സമാധാനത്തിലാണ്. കാരണം കുറച്ച് ദിവസമായി ഭാര്യയെ വിട്ടു നിൽക്കുന്നു. തീർച്ചയായിട്ടും പുരുഷന്മാരുടെ ആഗ്രഹവും താല്പര്യവും ഉണ്ടാവും. ആ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എല്ലാം റാഹത്തായിട്ട് ഭർത്താവ് നല്ല സമാധാനത്തിലായി എന്ന് പറഞ്ഞപ്പോ ഈ ഭാര്യ ചോദിക്കുകയാണ്, ഒരു ആളുകള് ഏതെങ്കിലും ഒരു കുടുംബത്തിനൊരു കാര്യം ഏൽപ്പിച്ചു, എന്നിട്ട് അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഭർത്താവ് പറഞ്ഞില്ല, കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങളുടെ മകന്റെ വിഷയത്തിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുക. അഥവാ മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു വെക്കി എന്താണ് അവരുടെ ഖൽബിലുണ്ടായിരുന്ന ചിന്ത. ഒരു ഉപമ ആലോചിച്ചു വെക്കി. നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങളും നമ്മുടേതാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അതൊരു വദിഅയായിട്ട് നമ്മൾ കാണണം. സ്വഹാബാക്കൾ അങ്ങനെ കണ്ടിരുന്നു എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, വല്ലാഹി മാ ബലഗത്തി ദുനിയ വല ഇൻതഹാ ഖദ്റുഹാ ഇല്ലാ അൻ യുദീഅ അർ-റജുലു ഫീഹാ ഹസബഹു വദീനഹു. ഒരാൾ ദുനിയാവ് അതിന്റെ പരിധിയില്ലാത്ത രീതിയിൽ ആ ദുനിയാവിന്റെ പിന്നാലെയാണെങ്കിൽ അവന്റെ അഭിമാനവും അവന്റെ ദീനും അതുകൊണ്ട് നഷ്ടപ്പെടും. അവന്റെ ഇസ്സത്തും അവന്റെ ദീനും അതുകൊണ്ട് നഷ്ടപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരാളൊക്കെയാണ് ദുനിയാവിനോട് അങ്ങേയറ്റം മാർത്തിയുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ കൽബിൽ എന്തെങ്കിലും വില തോന്നുന്നു, അയാളോട് ഒരു വിലയും തോന്നില്ല. അതേസമയം നമ്മൾ ജനങ്ങൾ പിന്നാലെ പോകുന്ന, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദുനിയാവിനോടെല്ലാം അകൽച്ച കാണിക്കുന്ന ഒരാളെ കാണുമ്പോഴോ നമുക്ക് അയാളോടൊരു ബഹുമാനം നമ്മുടെ ഉള്ളിൽ തോന്നും. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അയാൾ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പൊ അയാളോടൊരു ഇഷ്ടം തോന്നും. അതുപോലെ തന്നെ അയാളുടെ ദീനും നഷ്ടപ്പെടും. കാരണം ദുനിയാവിനോടുള്ള ഹുബ്ബ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, വല്ലാഹി അല്ലാഹുവാണ്, മാ അജിബ്തു മിൻ ഷൈഇൻ കഅജബി മിൻ റജുലിൻ ലാ യഹ്സബു ഹുബ്ബ ദുനിയ മിനൽ കബായിർ. ഞാൻ അത്ഭുതപ്പെടുകയാണ് ഒരാളുടെ വിഷയത്തിൽ. അവൻ ദുനിയാവിനോടുള്ള ഹുബ്ബ് വൻപാവമായിട്ട് കണക്കുകൂട്ടുന്നില്ല. അവന്റെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. വൈമുല്ലാഹ്, അല്ലാഹുവാണ്, ഇന്ന ഹുബ്ബഹാ ലമിൻ അക്ബറിൽ കബായിർ. ദുനിയാവിനോടുള്ള ഹുബ്ബ് വൻപാപങ്ങളിൽ തന്നെ വലുതാണ്. വഹൽ തശഅബത്തിൽ കബായിറു ഇല്ലാ മിൻ അജ്ലിഹാ. ഇതുകൊണ്ടല്ലാതെ വൻപാപങ്ങൾ സംഭവിക്കുമോ? വഹൽ ഉബിദത്തിൽ അസ്നാം. വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുമോ? വഉസിയ റഹ്മാൻ. അല്ലാഹുവിനെ ധിക്കരിക്കപ്പെടുമോ? ഇല്ലാ ലിഹുബ്ബിദ് ദുനിയ. ദുനിയാവിന് വേണ്ടിയല്ലാതെ. എല്ലാ പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, തിന്മകളുടെ അടിസ്ഥാന ഹുബ്ബു ദുനിയ. ഏത് തിന്മ എടുത്താലും അതിന്റെ ഒരു കാരണം ദുനിയാവിനുള്ള ഇഷ്ടാവും. വൻപാപങ്ങൾ എണ്ണിയതിൽ എന്ത് നോക്കി നോക്കും. ഇപ്പോ കൊലപാതകം, അതിന് പിന്നിൽ ദുനിയാവിനോടുള്ള ഹുബ്ബ് ഉണ്ടാവും. അല്ലാതെ ഒരാളെ നമുക്ക് കൊല്ലേണ്ട ആവശ്യം ഉണ്ടാവില്ല. പലിശ, ദുനിയാവിനോടുള്ള ഹുബ്ബ് ഉണ്ടാവും. ഏതൊരു തിന്മ എടുത്താലും അതിന്റെ പിന്നിൽ ഈ ഒരു കാരണമുണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫൽആരിഫു ലാ യജ്സഉ മിൻ ദുല്ലിഹാ. ഒരു അല്ലാഹുവിനെ മനസ്സിലാക്കിയ ഇൽമുള്ള ഒരാൾ അതിന്റെ നിന്ദ്യതയെ കൊണ്ട് അതിനോടൊരു ഒരു അനുകമ്പ ദുനിയാവിനോട് തോന്നില്ല. വലാ യുനാഫിസു ബിഖുർബിഹാ. ദുനിയാവ് നേടിയെടുക്കാൻ വേണ്ടി മത്സരിക്കില്ല.
വലാ യഅ്സാലി ബുഅദിഹ, അത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ദുഃഖിക്കുകയുമില്ല. അവനാണ് ബുദ്ധിയുള്ളവൻ. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, യുഹ്ശറു നാസ് ഉറാതൻ യൗമൽ ഖിയാമ, ജനങ്ങൾ നാളെ പരലോകത്ത് നഗ്നരായിക്കൊണ്ടാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. മാ ഖലാ അഹ്ലസ് സഹാദതി ഫിദ് ദുനിയ, ദുനിയാവിനോട് അകൽച്ച വെച്ച ആളുകൾ ഒഴികെ. ഇത് അദ്ദേഹം വല്ല ഹദീസും കണ്ടിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ഏറ്റവും നല്ലൊരു അലങ്കാരം ഇവർക്ക് ഉണ്ടാകുമെന്നായിരിക്കണം. അല്ലാഹു അലം. മൊത്തത്തിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാവരും നഗ്നരായിക്കൊണ്ടാണ് വരിക എന്നതാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, വല്ലാഹി, അല്ലാഹുവാണ്, മാ അഅസ്സ ഹാദാ ദിർഹമ അഹദുൻ ഇല്ലാ അദല്ലഹു അല്ലാഹു തആല യൗമൽ ഖിയാമ. ഒരാളുമില്ല ഈ ദിർഹമിനെ അവൻ പ്രതാപപ്പെടുത്തുകയാണ്, അതിന് വലിയൊരു ഇത് കൊടുക്കുകയാണ്. നാളെ അന്ത്യനാളിൽ അള്ളാഹു അങ്ങനെ കണ്ട ഒരുത്തനെ നിന്ദനാക്കാതെ, അഥവാ ദുനിയാവിലെ സമ്പത്തിന് മറ്റെന്തിനേക്കാൾ വലിയൊരു കാര്യം കൊടുത്തിട്ട് അതിന് പ്രതാപം കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ നാളെ പരലോകത്ത് അള്ളാഹു അവന് നിന്ദ്യത വരുത്തും. ലഖദ് ദുകിറ അന്ന ഇബ്ലീസ് പറയപ്പെടും, ലമ്മാ ദുരിബ ദീനാർ വ ദിർഹം, ഇബ്ലീസിനെ പറ്റി പറയപ്പെടുന്നുണ്ട്, ദീനാറും ദിർഹം ഒരുക്കിയപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്തു? അഅസ്സഹുമ, അതിന് നല്ല പ്രതാപം കൊടുത്തു. വജഅലഹുമ അലാ റഅസി, അതിനെ തലയിൽ വെച്ചു. ഈ അല റഅസി എന്നുള്ളത് അറബിയിൽ അതിന് വലിയ പ്രാധാന്യം കൊടുത്തു എന്ന രീതിയിലും ഉപയോഗിക്കാറുണ്ട്. വഖാല, എന്നിട്ട് പറഞ്ഞു, മൻ അഹബ്ബകുമ, ഇതിനെ ആരാണോ ഇഷ്ടപ്പെടുന്നത്, ഫഹുവ അബ്ദി ഹഖൻ, അവൻ എന്റെ അടിമയാണ്, അവൻ ശരിക്കും എന്റെ അടിമയാണ്. ഉസരിഫുഹു കൈഫ അശാഉ, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അവനെ മാറ്റിമറിക്കും. അതായത് സമ്പത്തിനോട് അതിയായ ഹുബ്ബ് ഖൽബിൽ തോന്നിക്കഴിഞ്ഞാൽ അവന് ഹലാലും ഹറാമും പരിഗണിക്കാനുള്ള താല്പര്യം കുറയും. അവനത് ഉണ്ടാക്കണം, അതിന്റെ പിന്നാലെ പോകണത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നേടുന്നതോ ഞാൻ ചെലവാക്കുന്നതോ അത് ഹലാലാണോ അത് ഹറാമാണോ ഒന്നൊന്നും ചിന്തിക്കില്ല. അവൻ അത് മാത്രമായിരിക്കും ചിന്ത ഉണ്ടാവുക. ശൈത്താൻ അവനെ കൊണ്ട് ഏത് തരത്തിലും കളിക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. വഖാല, അദ്ദേഹം പറയുമായിരുന്നു, ഇദാ അഹബ്ബ ബനു ആദമ ദുനിയ, മനുഷ്യൻ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ, ഫമാ ഉബാലി അല്ലാ യഅ്ബുദു സനമൻ വലാ യത്തഖിദു ഇലാഹൻ ഗൈറ അല്ലാഹി റബ്ബ, അവൻ ഇനി വിഗ്രഹത്തെ ആരാധിച്ചില്ലെങ്കിലും അവൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹിനെ എടുത്തിട്ടില്ലെങ്കിലും, ഹുബ്ബുഹും ദുനിയ യൂറഫുഹുൽ മഹാലിക്, ആ ദുനിയാവിനോടുള്ള ഹുബ്ബ് മാത്രം മതി അവന് നാശം വരുത്താനായിട്ട്. അതിന്റെ ഗൗരവം അറിയിക്കുകയാണ്. അത് മാത്രം മതി അവനെ നാശം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, റഅയ്ന മൻ ഉഅതിയ ദുനിയ ബിഅമലിൽ ആഖിറ വമാ റഅയ്ന മൻ ഉഅതിയ ആഖിറത ബിഅമലിൽ ദുനിയ, ഞങ്ങൾ കണ്ടിട്ടുണ്ട് മൻ ഉഅതിയ ദുനിയ ബിഅമലിൽ ആഖിറ, പരലോകത്തെ കർമ്മങ്ങൾ കൊണ്ട് ദുനിയാവ് നൽകപ്പെട്ട ആളുകളാണ് കണ്ടിട്ടുണ്ട്. വമാ റഅയ്ന, ഞങ്ങൾ കണ്ടിട്ടില്ല, മൻ ഉഅതിയ ആഖിറത ബിഅമലിൽ ദുനിയ, ദുനിയാവിന്റെ പണി കൊണ്ട് പരലോകം നൽകപ്പെട്ട ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ദുനിയാവും പരലോകം തമ്മിലുള്ള ഏറ്റവും വലിയൊരു ബന്ധമാണത്. ദുനിയാവിനെയാണോ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്, പരലോകം നമുക്ക് കിട്ടൂല, ദുനിയാവും കിട്ടൂല. എന്നാൽ പരലോകത്തെയാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്, ദുനിയാവിലെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമായി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ്, മൻ കാനത്ത് ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറ വമൻ കാനത്ത് ആഖിറത്തു നിയ്യത ജമഅ അല്ലാഹു അലൈഹി അംറ. ദുനിയാവ് ഒരുത്തന്റെ ചിന്തയായോ അള്ളാഹു അവന്റെ കാര്യങ്ങൾ ചിന്ന ഭിന്നമാക്കിക്കൊണ്ടേയിരിക്കും. പരലോകമാണോ അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കിക്കൊണ്ടേയിരിക്കും. സഹോദരങ്ങൾ, ഇതൊക്കെ ചിന്തിക്കണം. ഞാൻ ഈ കുട്ടികളോടും എന്നോടും എല്ലാവരോടും പറയുന്നത് ഇത് ഉറ്റാലോചിക്കണം. കാരണം നമ്മൾ വളരുന്ന ഒരു ലോകം ഏറ്റവും അധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വസ്തുക്കളുടെ പേരിൽ മാത്രം പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും ഇതിന്റെ ആശയത്തെ ചിന്തിക്കാൻ പോലും നമ്മുടെ ബുദ്ധി പരിധി എന്ന് പോകുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീറാണ്. അള്ളാഹുവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ആ അള്ളാഹുവിനെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ കാര്യം നമ്മളായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ നമുക്കൊരിക്കലും അതിന് സാധിക്കാൻ പോകുന്നില്ല. എന്നാൽ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ച് നമ്മുടെ ബാധ്യത എന്താണോ അത് നിറവേറ്റാൻ തയ്യാറായാൽ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു നടത്തി തരും. അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അൽ മുഅ്മിനു ലാ യസ്ഫു ലഹു ഫിദ് ദുനിയ ഐഷുൻ, ഒരു മുഅ്മിന് ഒരിക്കലും ദുനിയാവില് അത് ഏറ്റവും നല്ലൊരു അവസ്ഥയായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാവില്ല. അഥവാ ദുനിയാവ് നന്നാവുക എന്നുള്ളത് മാത്രമാണ് ജീവിതം എന്നുള്ള ഒരു ലക്ഷ്യം ഒരു മുഅ്മിനിന് ഉണ്ടാകില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ലഖദ് റുവിയ അനിൽ മസീഹ് അലൈഹിസ്സലാം
ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളായിട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖാല ദുനിയാ ലിഇബ്ലീസ മസ്റഅത്തുൻ, ദുനിയാവ് എന്നുള്ളത് ഇബ്ലീസിന് ഒരു കൃഷി പാടം പോലെയാണ്, ഒരു വിളവ് നടത്തുന്ന ഒരു പാടം പോലെയാണ്. വന്നാസു ലഹാ ഹറാസൂൻ, അതിലെ കൃഷിക്കാരാരാണ്? ജനങ്ങളുമാണ്. ഇബ്ലീസിന്റെ തോട്ടമാണ് ദുനിയാവിനോട്, അഥവാ ദുനിയാവിനോടുള്ള ആർത്തി എന്നുള്ളത്. അതിലെ പണിക്കാര് ജനങ്ങളും. അതിൽ അന്തമില്ലാതെ അവർ വിളവെടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടേയിരിക്കും. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മൻ അറഫ റബ്ബഹു അഹബ്ബഹ്, ആരാണോ റബ്ബിനെ മനസ്സിലാക്കുന്നത് അവൻ അള്ളാഹുവിനെ റബ്ബിനെ ഇഷ്ടപ്പെടും. വആസറ മാ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കലുള്ളതിനെ ആഗ്രഹിച്ചു വേണ്ടി പണിയെടുക്കും. വമൻ അറഫ ദുനിയ, ദുനിയാവിനെ ഒരാൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, വഗുറൂറഹ, അതിന്റെ കബളിപ്പിക്കലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, സഹിദ ഫീഹ, അതിനോട് വിരക്തിയാണ് അവനുണ്ടാവുക. സഹോദരങ്ങളെ, അള്ളാഹുവിനെ അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റൂല. കാരണം അത്രയും മഹത്തായ വിശേഷണങ്ങളുള്ള, മഹത്തായ നാമങ്ങളുള്ള, മഹത്തായ പ്രവർത്തനങ്ങളുള്ള നമ്മുടെ ഇലാഹിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ദുനിയാവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ അതിനോട് ഇഷ്ടം വെച്ച് ജീവിക്കാനും പറ്റൂല. അതിനെ എന്തായാലും അതിനോട് വിരക്തി ഒരാളുടെ ഖൽബിൽ ഉണ്ടായിരിക്കും. വഖീല ലഹു, ഒരിക്കൽ അദ്ദേഹത്തിനോട് പറയപ്പെട്ടു, ഹസൻ ബസ്രി റഹിമഹുള്ളാഹോട് പറയപ്പെട്ടു, യാ അബാ സഈദ്, ഹൽ നറാ അല്ലാഹു അസ്സ വജല്ല ഫീ ദാരി ദുനിയ, നമ്മൾ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണുമോ? ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ നമ്മൾ കാണുമോ? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല കാണില്ല. ഖീല ഫഹൽ നറാഹു ഫീ ദാരിൽ ആഖിറ, പരലോകത്ത് വെച്ച് നമ്മൾ കാണുമോ? ഖാല നഅം, കാണുന്നു പറഞ്ഞു. ഖീല, അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, വമൽ ഫർഖു ബൈന ദാലിക്, എന്താണത് അങ്ങനെ? ദുനിയാവിലെ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, പരലോകത്ത് കാണാൻ പറ്റും, എന്താണ് അങ്ങനെ ചോദിച്ചു. ഇത് അഹ്ലുസുന്നയുടെ അഖീദയിൽ പിഴച്ച വിഭാഗങ്ങളുള്ള ആളുകളുണ്ട്. അള്ളാഹുവിനെ പിന്നെ ദുനിയാവിൽ കാണാൻ പറ്റില്ല, പരലോകത്തും കാണാൻ പറ്റില്ല, അള്ളാഹുവിനെ കാണുക എന്നുള്ളത് ശരിയല്ല എന്ന് പറയുന്ന വാദങ്ങളുണ്ട്. അതിനെല്ലാം ഉള്ളൊരു മറുപടി എന്നോണമാണ്. അപ്പൊ എന്താണ് അങ്ങനെ? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന ദുനിയ ഫാനിയത്തുൻ, ദുനിയാവ് നശിക്കുന്ന ഒരു സാധനമാണ്. വഫാനിൻ കുല്ലു മാ ഫീഹാ, ദുനിയാവിലുള്ളതെല്ലാം നശിക്കും. വഇന്നൽ ആഖിറത ബാഖിയത്തുൻ, പരലോകം എന്നുള്ളതോ നിലനിൽക്കുന്നതാണ്. വബാഖിൻ കുല്ലു മാ ഫീഹാ, പരലോകത്തിലുള്ളതെല്ലാം നിലനിൽക്കുന്നതാണ്, എല്ലാം നിലനിൽക്കുന്നതാണ്. പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞാൽ മനുഷ്യൻ എന്താണ് പിന്നെ? എന്നും നിലനിൽക്കുന്നതാണ്. ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ, മരണമില്ല, എല്ലാ കാലവും ജീവിക്കുന്നതാണ്. വമുഹാലുൻ അയ്യുറാ അൽ ബാഖി ബിൽ ഫാനി, എന്നെന്നും നിലനിൽക്കുന്നതിനെ നിലനിൽക്കാതെ നശിക്കുന്നതിൽ കാണുക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. എന്നും നിലനിൽക്കുന്ന ഒരു സാധനത്തിനെ നശിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് കാണുക എന്നുള്ളത് അസംഭവ്യമാണ്. വൽ ഖദീമുൽ അസലിയു ബിൽ മുഹ്ദസ്, തുടക്കമില്ലാതെ ഉണ്ടായിട്ടുള്ള ഒന്നിനെ പിന്നീട് ഉണ്ടായിട്ടുള്ള ഒന്നിന് കാണുക എന്നുള്ളതും അസംഭവ്യമാണ്. അഥവാ അള്ളാഹുവിനെ കാണുക എന്നുള്ളത് ദുനിയാവിൽ അസംഭവ്യമാണ്. ഫഇദാ കാന യൗമുൽ ഖിയാമ, പക്ഷേ യൗമുൽ ഖിയാമയായി കഴിഞ്ഞാൽ, ഖലഖല്ലാഹു അസ്സ വജല്ല ലിഇബാദിഹി അബ്സാറൻ ബാഖിയതൻ, അള്ളാഹു അടിമകൾക്ക് പിന്നെ കൊടുക്കുന്ന കാഴ്ച എങ്ങനെയാണ്? ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള കാഴ്ച എങ്ങനെയാണ്? എന്നെന്നും നിലനിൽക്കുന്ന കാഴ്ചയാണ്. യറൗന ബിഹാ റബ്ബഹും, ആ കണ്ണുകൊണ്ട് എന്ത് കാണാൻ പറ്റും? അള്ളാഹുവിനെ കാണാൻ പറ്റും. തഫദ്ദുലൻ അലൈഹിം വ ഇക്റാമൻ ലഹും, അവർക്കുള്ള ശ്രേഷ്ഠതയും അവർക്കുള്ള ആദരവുമായിട്ട് അവർക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റും. പരലോകത്തെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അത് ദുനിയാവിൽ കാണാത്ത ദുനിയാവിന്റെ നിരർത്ഥകതയായിട്ട് അദ്ദേഹം പറയുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, റൂവിയ സഹീഹ് ബുഖാരി എല്ലാം ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദഖല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്, വീട്ടിലോ മറ്റോ വരികയാണ്. വഹുവ റാഖിദുൻ അലാ സരീരിൻ മർമൂലിൻ ബിശ്ശരീഖ്, ഈ ഈന്തപ്പനയുടെ നാരുകൊണ്ടോ പട്ട കൊണ്ടെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിരിപ്പിൽ അതിൽ കിടക്കുന്ന അല്ലെങ്കിൽ ചാരിയിരിക്കുന്ന കിടക്കുന്ന അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. വഖദ് അസ്റ ഫീ ജംബിഹി അസ്റുൽ ഹബൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാർശ്വത്തിൽ ശരീരത്തിൽ എന്തുണ്ട്? കയറിന്റെയും അതിന്റെ എല്ലാം അടയാളമുണ്ട്. ഫജമിഅത് ഐനാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ഫഖാല നബി അലൈഹി സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ലക യാ ഇബ്നുൽ ഖത്താബ്, എന്താ ഉമർ എനിക്ക് പറ്റിയത്? എന്തിനായി കണ്ണ് കരയുന്നത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദക്കർതു കിസ്റാ വ ഖൈസർ, ഞാൻ കിസ്റയെയും കൈസറിനെയും റോമിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരെ കുറിച്ച് ആലോചിച്ചതാണ്.
വമാ ഹുമാ ഫീഹി മിനൽ മുൽക്കി വന്നിഅം, അവർക്കുള്ള അധികാരവും അവർക്കുള്ള ഈ അവസ്ഥകളും എല്ലാം ഒന്ന് ആലോചിച്ചു പോയതാണ്. വറഅയ്തുക, ഞാൻ നിങ്ങളെ കണ്ടു. വഅൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബായ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ റസൂലാണ്. വസഫിയുഹു വമുസ്തഫാഹു വഹബീബുഹു, അവൻ ഏറ്റവും പ്രിയപ്പെട്ട, അവൻ തെരഞ്ഞെടുത്ത റസൂലാണ്. തനാബു അലാ സരീരിൻ മർമൂലിൻ ബിശ്ശരീഅത്ത്, നിങ്ങൾ ഇതാ ഈ ഓലപ്പായയിൽ അതുപോലെ ഇതുപോലെയുള്ള ഒന്നിലാണല്ലോ നിങ്ങൾ കിടക്കുന്നത്. ഫഖാല അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ തർലാ യാ ഉമർ അൻ തകൂന ലഹും അദ്ദുനിയ വലനൽ ആഖിറ, ഉമറേ നിനക്ക് തൃപ്തിയാവൂലേ, അവർക്കിത് ദുനിയാവിൽ ഉണ്ടായിക്കോട്ടെ, നമുക്ക് പരലോകത്തിൽ ഉണ്ടാവുന്ന നിങ്ങൾക്ക് തൃപ്തിയാവണില്ലേ, അത് പോരെ നമുക്ക്. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റളീതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലം യാ ഉമർ അന്നൽ അംറ കദാലിക്, ഉമറേ നീ മനസ്സിലാക്കണം, കാര്യം അങ്ങനെയാണ്, അത് നമുക്ക് പരലോകത്തുള്ളതാണ്, ഇത് ദുനിയാവിന്റെ ആളുകൾക്ക് ദുനിയാവിലുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇന്നമാ മസലീ വമസലുദ് ദുനിയ, എന്റെയും ദുനിയാവിന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ കറാകിബിൻ സാഫറ ഫീ യൗമി സായിഫ്, വേനലുള്ള ചൂടുള്ള ഒരു സമയത്ത് യാത്രക്കിറങ്ങിയ ഒരു യാത്രക്കാരനെ പോലെയാണ്. ഫറുഫിഅത് ലഹു ഷജറത്തുൻ ദാതു ദില്ലിൻ ദലീൽ, ആ സമയത്ത് തണലുള്ള ഒരു വൃക്ഷം, അതിന്റെ തണൽ കിട്ടി. ഫഖാല തഹ്തഹാ ثم راح وتركها, അതിന്റെ ചുവട്ടിൽ കുറച്ചു നേരം വിശ്രമിച്ചു, അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര പോകുന്നവനെ പോലെയാണ് ഞാനും ദുനിയാവുമായിട്ടുള്ള ബന്ധമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. വല്ലാഹി നമ്മുടെ ഖൽബിൽ ചിന്തിക്കേണ്ട ഒരു ഏറ്റവും നല്ല ഉപമയാണത്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ദുനിയാവിൽ ഇതാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ എന്തിനാ സഹോദരങ്ങളെ ഈ ബേജാറ്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ലഭിക്കാത്തതിന്റെ പേരിൽ എന്തിനാ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് തെറ്റായി ധരിക്കുന്നത്? നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു വിചാരിക്കുക, ഒരു ദിവസം നമ്മുടെ കച്ചവടവും കുടുംബവും വീടും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. പക്ഷേ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് നമുക്ക് ദുനിയാവ് ഇങ്ങനെയാണ്, നമുക്ക് പരലോകത്താണ് ഇതെല്ലാം ഉള്ളത്. ദുനിയാവിന്റെ ആളുകളെ കണ്ട് ആഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടോ? ദുനിയാവിന്റെ കുഫാറുകൾ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് വാഹനങ്ങളാവട്ടെ, ഭവനങ്ങളാവട്ടെ, കൊട്ടാരങ്ങളാവട്ടെ, ഇണകളാവട്ടെ, അവർക്ക് ലഭിക്കുന്ന എന്തോ ആവട്ടെ, അത് കണ്ടിട്ട് ഒരു മുഅ്മിൻ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? അതിന്റെ ആവശ്യമില്ല. ദുനിയാവിന്റെ ആളുകൾ അവരതെടുത്തോട്ടെ, അത് അവർക്കുള്ളതാണ്, അവരതെടുത്തോട്ടെ, ഞങ്ങൾക്ക് പരലോകത്താണ്. ഇത് പറയാൻ നമുക്ക് സാധിക്കണം. പറയുക എന്ന് പറഞ്ഞാൽ കേവലം നാവ് കൊണ്ട് പറച്ചിലല്ല, ഖൽബിൽ തട്ടി പറയാൻ നമുക്ക് സാധിക്കണം. قال الحسن, അത് ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയാണ്, വലഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർകബുൽ ഹിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുതപ്പുറത്ത് യാത്ര ചെയ്യാറുണ്ട്. വയൽബസു സൂഫ, കട്ടിയുള്ള കമ്പിളി കൊണ്ട് വസ്ത്രം ധരിക്കാറുണ്ട്. വയൽഅഖു അസാബിഅഹു, തന്റെ ഭക്ഷണശേഷം വിരല് ഈമ്പാറുണ്ട്. വയഖൂൽ അലൽ അർദ്, ഭൂമിയിൽ ഇരുന്നിട്ടാണ് ഭക്ഷിക്കാറുണ്ടായിരുന്നത്. വയഖൂൽ പറയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ അന അബ്ദുൻ ആകുലു കമാ യകുൽ അബ്ദ്, ഞാൻ അടിമയാണ്, ഒരടിമ തിന്നുന്നത് പോലെ ഞാൻ തിന്നുള്ളൂ. അഥവാ നിലത്തിരുന്നിട്ട് ഭക്ഷണത്തളിയോട് അങ്ങേയറ്റം അതവോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പറയാനുള്ള കാരണം, അന്ന് കാലത്ത് വലിയ ഒട്ടകവും നല്ല കുതിരകളും എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുതപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല വസ്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കും, അത് ധരിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്നിട്ടും കട്ടിയുള്ള കമ്പിളിയായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഭക്ഷണം അനാവശ്യമായി കളയാത്ത രീതിയിൽ വിരലിലുള്ളതെല്ലാം ഈമ്പി കഴിക്കാറുണ്ട്. ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ പ്രതാപം കാണിക്കാതെ നിലത്തിരുന്നു കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട് എന്ന് അറിയിക്കുകയാണ്. وكان يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, لقد كانت فاكهة أصحاب رسول الله صلى الله عليه وسلم التي يستضيفونها خبز البر, റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ അവര് കഴിച്ചിരുന്ന വിഭവങ്ങളിൽ അത് ഏറ്റവും നല്ലതായിട്ടുണ്ടായിരുന്നത് ഗോതമ്പ് കൊണ്ടുള്ള ചില റൊട്ടികൾ വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഹസൻ ബസരി ചോദിക്കുകയാണ്, ഫമാ ബാലുക്കും ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? തസ്തഫ്രിഹൂനൽ മറാകിബ്, വ്യത്യസ്തമായ വാഹനങ്ങൾ നിങ്ങൾക്കുണ്ട്. വതസ്തലീനൂനൽ മലാബിസ്, വളരെ പതുപതുത്ത വസ്ത്രങ്ങൾ നിങ്ങൾക്കുണ്ട്.
വതുലവ്വിനൂന തുബിഖ, നിങ്ങളുടെ ഭക്ഷണം പല നിറത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. സുമ്മ യഖൂൽ, എന്നിട്ട് പറയാണ് വൈഹക്കും, നിങ്ങൾക്ക് നാശം. അറബിയിലെ ഉപയോഗമാണ്, അല്ലാതെ നശിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. അമാ തസ്തഹൂന മിൻ തൂലി മാ ലാ തസ്തഹ്യൂൻ, നിങ്ങൾ ഈ തരത്തിൽ ജീവിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് ലജ്ജയില്ലേ? അലാ തകൂനൂന കമാ കാന സലഫുകുമുസ് സാലിഹ്, നിങ്ങൾക്ക് സലഫുസ് സാലിഹ്യങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കണ്ടേ എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്. അദ്ദേഹം പറയുമായിരുന്നു, മന്നാഫസക ഫീ ദീനിക് ഫനാഫിസ്ഹു, ആരെങ്കിലും ദീനിന്റെ വിഷയത്തിൽ നിന്നോട് മത്സരിക്കുകയാണെങ്കിൽ അവനോട് നീ മത്സരിക്കണം. ഒരാൾ നമ്മളെക്കാൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നമ്മളെക്കാൾ ഇൽമ് നേടുന്നുണ്ട്, നമ്മളെക്കാൾ അള്ളാഹുവിനോട് അടുക്കുന്നുണ്ട്, അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നുണ്ട്, നീ അവനോട് മത്സരിക്കണം, അവനെ വെട്ടിക്കണം, ആ രീതിയിൽ മത്സരിക്കണം. ദുനിയാവിന്റെ വിഷയത്തിൽ ഒരാളിനെ മത്സരിക്കുക, അവൻ സമ്പത്ത് നേടുന്നുണ്ട്, നിന്നേക്കാൾ വലിയൊരു വീട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും വാങ്ങുന്നുണ്ട്, അങ്ങനെ മത്സരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് അവനോട് ഇട്ടുകൊടുത്തേക്കാം. എടുത്തോ പറഞ്ഞിട്ട് അവൻ അവന്റെ പാട്ടിന് എന്താ ചെയ്തോട്ടെ എന്നുള്ളതിൽ അത് അവനേറ്റ് ഒഴിവാക്കി കൊടുക്കണം. അതിന്റെ പിന്നാലെ പോയിട്ട് മത്സരിക്കാൻ നിൽക്കരുത്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അയ്യുഹന്നാസ്, യേ ജനങ്ങളെ, അദ്റത്തു അഖ്വാമൻ വസഹബ്തു തവായിഫ്, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഞാൻ ചില ആളുകളുടെ ഒപ്പം ജീവിച്ചിട്ടുണ്ട്. സഹാബികൾ മാ കാനു യഫ്റഹൂന ബിശൈഇൻ മിനദ് ദുനിയ അഖ്ബൽ, ദുനിയാവിൽ എന്ത് വന്നിട്ടും അവർ സന്തോഷിച്ചിട്ടില്ല, ദുനിയാവിനെ എന്തവർക്ക് കിട്ടിയിട്ടും അവർ സന്തോഷിച്ചിട്ടില്ല. വലാ യഹ്സനൂന അലാ ശൈഇൻ മിൻഹാ അദ്ബർ, ദുനിയാവിലെ എന്തെങ്കിലും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവർ ദുഃഖിച്ചിട്ടില്ല. അതായത് ഒരു പരിധി വിട്ടിട്ടുള്ള തബീഇയായിട്ടുള്ളതല്ല, അല്ലാതെ ഒരു സന്തോഷമോ ഒരു നഷ്ടമോ ഒരു ദുഃഖമോ അവർക്ക് ഉണ്ടായിട്ടില്ല. വലഹിയ ഇൻദഹും അഹ്വന മിനത് തുറാബി അല്ലദീ തതഊനഹു ബിഅർജുലികും, നിങ്ങൾ നിങ്ങളുടെ കാലുകൊണ്ട് ചവിട്ടി നടക്കുന്ന ഭൂമിയേക്കാൾ മണ്ണിനേക്കാൾ അവർക്ക് വില കുറഞ്ഞൊരു സാധനമായിരുന്നു ദുനിയാവ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് കാലത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? ദുനിയാവിലെ എന്തെങ്കിലും ലാഭം കിട്ടിയാൽ അവർക്കുണ്ടാവുന്ന സന്തോഷം എത്ര പരിധി വിട്ടതാണ്. എന്തെങ്കിലും ചെറിയൊരു വസ്തു നഷ്ടപ്പെടുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന നിരാശ എത്ര വലുതാണ്, എത്ര വലുതാണ്. അവർക്കത് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, അവർക്കതിൽ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. സ്വഹാബികൾ അങ്ങനെയായിരുന്നില്ല. എന്നിട്ട് പറയാണ്, കാന അഹദുഹും യഈശു ദഹറഹു ലം യുജദ്ദിദ് ലഹു തൗബുൻ, അവർ ജീവിച്ചിരുന്നു, അവരിൽ ചില ആളുകൾ അവർ ഒരുപാട് കാലം ഒരേ വസ്ത്രം തന്നെ ധരിച്ചിട്ട് ജീവിച്ചിരുന്നു. അഥവാ പഴകിയാലും അതേ വസ്ത്രം അവർക്കുണ്ടായിരുന്നു, അതായത് പുതിയത് എപ്പോഴും പുതിയത് മാറ്റാതെ. വലാ നുസിബ ലഹു ഖൈദറുൻ അലാ നാരിൻ, അവരുടെ അടുപ്പത്ത് ചിലപ്പോൾ പാചകത്തിന് പാത്രം എപ്പോഴും വെക്കാനില്ലാത്ത തരത്തിൽ അവർക്ക് പാചകം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. വലാ യുജ്അലു ബൈനഹു വബൈനൽ അർളി സിത്റുൻ, അവരുടെ വീട്ടിൽ അവരുടെയും ഭൂമിയുടെയും ഇടയിൽ ഒരു വിരിപ്പ് വിരിക്കാൻ പോലും ഉണ്ടാവാതിരുന്നിട്ടുണ്ട്. കാനൂ യഖാഫൂന യൗമൻ തഷ്ഖതു ഫീഹിൽ അബ്സാർ വതഅമൽ ഖുലൂബ്, അവർ ഭയപ്പെടുമായിരുന്നു. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് കൂടി അവർ ഭയപ്പെടുമായിരുന്നു. കാഴ്ചകൾ തെറ്റിപ്പോകുന്ന, ഖൽബുകൾ കണ്ടത ബാധിക്കുന്ന അന്ത്യനാളിനെ അവർ ഭയപ്പെടാറുണ്ടായിരുന്നു എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് എത്രയാണ് ഇതൊക്കെ സ്വയം വിചാരണ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് വിചാരണ ചെയ്യുന്ന വേണം, അല്ലാതെ നമുക്കൊരിക്കലും അള്ളാഹുലേക്കുള്ള യാത്രയിൽ മുന്നേറാൻ സാധിക്കില്ല. എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. സഹാബികളെ മുൻനിർത്തി, സലഫുസ്വാലികളെ മുൻനിർത്തി താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താണ് എന്റെ ഈമാൻ, എന്താണ് എന്റെ അമൽ, എന്താണ് എന്റെ ജീവിതം, എന്താണ് എന്റെ തഖ്വ, ഇത് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. അദ്ദേഹം പറയുമായിരുന്നു, വകാന യഖൂലു ഇബ്നു ആദം, മനുഷ്യ, ലാ തുഅല്ലിഖ് ഖൽബക ബിശൈഇൻ മിനദ് ദുനിയ, ദുനിയാവിലെ ഒരു വസ്തുവിനോടും നിങ്ങൾ ഖൽബ് തഅല്ലുഖാവരുത്. തഅല്ലുഖാവുക എന്ന് പറഞ്ഞാല് കെട്ടിയിട്ട പോലെ ഒരു ബന്ധം ദുനിയാവിലൊരു വസ്തുവിനോട് നിൽക്കുന്നുണ്ടാവരുത്. വസ്തു എന്ന് പറഞ്ഞാൽ വ്യക്തികളും, വസ്തു എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ എല്ലാ സാധനവും. ദുനിയാവിനോട് ഇഷ്ടം പറഞ്ഞാൽ പലരും മനസ്സിലാക്കുന്ന ഒരു കാര്യം സമ്പത്ത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും എന്തെല്ലാം ദുനിയാവുമായി ബന്ധപ്പെട്ടുണ്ടോ അതുകൊണ്ട് ഖൽബ് തഅല്ലുഖാവരുത്. തഅല്ലുഖുഹാ ശർറു തഅല്ലുഖ്, ആ തഅല്ലുഖ്, ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷർറ് നിറഞ്ഞതാണ്. ഇഖ്തഅ അൻക ഹിബാഇലഹാ, ആ ദുനിയാവിന്റെ കയറുകൾ നിങ്ങൾ മുറിച്ചു കളയണം. വാഗ്ലിക് ദൂനക അബ്വാബഹ, ആ ദുനിയാവിന്റെ കവാടങ്ങൾ നീ അടച്ചു കളയുകയും വേണം. വലയകുൻ ഹസ്ബുക അയ്യുഹൽ മഗ്റൂർ, ദുനിയാവ് കൊണ്ട് കബളിക്കപ്പെട്ട വഞ്ചിതനായവനെ നീ മനസ്സിലാക്കുക, നിനക്ക് ദുനിയാവെന്ന് വേണ്ടത് മിൻഹാ മാ യുബല്ലിഗുകൽ മഹല്ല, നിന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ എന്താണോ അതാണ് നിനക്ക് ദുനിയാവെന്ന് വേണ്ടത്. നിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് ആണ് വേണ്ടത്. വഇയ്യാക അൻ തظن അന്നക തുബാഹി യൗമൽ ഖിയാമ ബിമാലിക വവലദിക,
നീ സൂക്ഷിച്ചോ, നിനക്ക് ചിലപ്പോ തോന്നിപ്പോകും നിന്റെ സമ്പത്തും സന്താനങ്ങളും കൊണ്ട് യൗമുൽ ഖിയാമയിൽ നിനക്ക് പെരുമ നടിക്കാമെന്ന്. ഹൈഹാത്ത, അത് നടക്കാൻ പോകുന്നില്ല. അയ്യംഫഅക ശൈഉം മിൻ ദാലിക യൗമ യഖൂമുൽ ഹിസാബ്, നിന്റെ സമ്പത്തോ നിന്റെ സന്താനങ്ങളോ യൗമുൽ ഖിയാമയിൽ വിചാരണ സമയത്ത് നിനക്കൊരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. ദാലിക യൗമുൻ തദ്ഹബു ദുനിയ ഫീഹാ ബിഹാലിഹാ, ആ ദിവസത്തിൽ ദുനിയാവ് അതിന്റെ കാര്യങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോകും. വതബ്ഖൽ അഅമാലു ഖലാഇദ ഫീ അഅനാഖി ഉമ്മാലിഹാ, സൽക്കർമ്മങ്ങൾ അത് ചെയ്ത ആളുകളുടെ കഴുത്തിനോട് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ സൽക്കർമ്മങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള സ്ഥിരപ്പെട്ട ആയത്തുകളെയും ഹദീസുകളെയും ആശയം ചുരുങ്ങിയ വാചകത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. സഹോദരങ്ങളെ, നമ്മുടെ ചിന്ത എപ്പോഴും ഇതായിരിക്കണം, ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ദുർബലമായി പോകും, എപ്പോഴും അതാണ് ഇൽമിന്റെ സദസ്സുകളുടെ ഏറ്റവും വലിയ മഹത്വം. ഇൽമിന്റെ സദസ്സുകളുടെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. 2 ദിവസം കഴിഞ്ഞാൽ മറക്കുമെങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖുദൂ സഫ്വ ദുനിയ, ദുനിയാവിൽ നല്ലതായിട്ടുള്ള നല്ല ശാന്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. വദഉ കദറഹ, അതിൽ മുഴുകിപ്പോകുന്ന അതിന്റെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. വലൈസ സഫു മാ ആദ കദറ, അതിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അത് നിങ്ങളെ കേടുവരുത്തുന്ന ഒരു കാര്യമാകാൻ പോകുന്നില്ല. വലൽ കദറു മാ ആദ സഫ്വ, നിങ്ങൾക്ക് ശല്യമായിട്ടുള്ള ദുനിയാവിന്റെ കാര്യങ്ങൾ മുഴുകുന്നത് നിങ്ങൾക്ക് നന്മയാകാനും പോകുന്നില്ല. ദഉ മാ യരീബുക് ഇലാ മാ ലാ യരീബുക്, സംശയമുള്ളതിനെ ഒഴിവാക്കുക, സംശയമില്ലാത്തതിലേക്ക് മടങ്ങുക. അതായത് മനുഷ്യനെ ഏറ്റവും ഉറപ്പില്ലാത്ത സംശയത്തിലുള്ള ഒരു കാര്യം ഈ ദുനിയാവിനെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ദുനിയാവിന് നമ്മുടെ ജീവിതം അടുത്ത നിമിഷത്തിൽ ഉണ്ടാവുമല്ലേ നമുക്ക് എന്തില്ല, ഉറപ്പില്ല. എന്നാൽ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യം എന്താണ്? പരലോകമാണ്, മരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഉറപ്പുള്ള കാര്യത്തിന് വേണ്ടി സംശയമുള്ള കാര്യം ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ തുർത്തജ അസ്സലാമതു ഫിൽ ആജിലതി വൽ ആജിലതി ലക്കും, ദുനിയാവിലും പരലോകത്തും എനിക്ക് രക്ഷ ഉണ്ടാവും. وقد رأيت أقواما كانوا فيما أحل الله لهم من الدنيا أزهد منكم فيما حرم عليكم منها. سبحان الله. അദ്ദേഹം പറയാണ്, وقد رأيت قوما, ഞാനൊരു സമൂഹത്തെ കണ്ടിട്ടുണ്ട്, كانوا فيما أحل الله لهم من الدنيا, ദുനിയാവിൽ അവർക്ക് ഹലാലാക്കി കൊടുത്ത സാധനങ്ങൾ, ദുനിയാവിൽ അവർക്ക് ഹലാലാക്കി കൊടുത്തുള്ള സാധനങ്ങളോട് അസ്ഹദ മിൻകും ഫീമാ ഹറമ അലൈക്കും മിൻഹാ, ദുനിയാവിൽ നിങ്ങൾ ഹറാമായ കാര്യങ്ങളോട് എത്രയാണോ വിരക്തി കാണിക്കുന്നത് അതിനേക്കാൾ ദുനിയാവിൽ ഹലാലായതിനോട് വിരക്തി കാണിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സഹാബികൾ 10 കാര്യമുണ്ട്, അതിലൊന്ന് ഹറാമാകുമെന്ന് സംശയം ഉണ്ടെങ്കിൽ അവർ ആ 10 ഒഴിവാക്കും, ബാക്കി 9 ഹലാലാണെങ്കിലും അവർ ഒഴിവാക്കും. അഥവാ ഫുദൂലുകൾ, ഹലാലിൽ തന്നെ അമിതമായിട്ട് അവരെന്ത് ചെയ്യാറില്ല, അതിനോട് അവർ കാണിക്കുന്ന വിരക്തി നമ്മൾ ഇന്ന് ഹറാമുകളോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതലായിരുന്നു എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാം. അതുപോലെ സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് നിസ്സാരമായി കാണുന്ന തിന്മകൾ സലഫുകൾ സഹാബികൾ വൻപാപങ്ങളായി കണക്കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ അവരുടെയും ഇൽമും ഫഹമും തമ്മിൽ ആകാശഭൂമികളോട് വ്യത്യാസമായിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും സലഫുകളുടെ കൗലുകൾ പഠിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അവരാണ് ഏറ്റവും നല്ല സമൂഹം, ഏറ്റവും ഉത്തമ സമൂഹം. അവർ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവർ സൽക്കർമ്മങ്ങൾ ചെയ്തതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ മാത്രമാണ് അവരോടൊപ്പം നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചിന്തകൾ, നമുക്ക് രാവിലെ എഴുതിയ ചിന്തകളുള്ളത് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം, നമ്മുടെ കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ പ്രധാന ചിന്ത. അത് ചിന്തിക്കേണ്ട എന്നല്ല, പക്ഷെ എത്രത്തോളമാണ് ഇതിനെ കമ്പയർ ചെയ്തിട്ട് പരലോകത്തെ നമ്മുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, പരലോകത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട കാര്യമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മാ ഉസിയ റജുലുൻ ഷൈഅൻ മിനദ് ദുനിയ ഇല്ലാ ഖീല ലഹു ഖുദ്ഹു വമിസ്ലഹു മിനൽ ഹബ്സ്, ദുനിയാവ് ഒരാൾക്കും നൽകപ്പെടുന്നില്ല അവനോട് പറയാതെ നിന്റെ ആർത്തി എത്രയാണോ അതിനനുസരിച്ച് നീ എടുത്തുകൊള്ളുക എന്ന് പറയാതെ. അഥവാ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരാൾ എത്രത്തോളമാണോ അതിനോട് ആർത്തി കാണിക്കുന്നത് അതുപോലെയാണ് നേടിയെടുക്കുക. ദുനിയാവ് പറഞ്ഞാൽ ഒരാൾക്ക് എത്രത്തോളമാണോ താല്പര്യം അത്രത്തോളമാണ് അതിന് പിന്നാലെ പോവുക. നമുക്ക് ആവശ്യമുള്ള നിൽക്കണം. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മൻ ഹമിദ ദുനിയ, ആരെങ്കിലും ദുനിയാവിനെ സ്തുതിച്ചാൽ, ദുനിയാവിന്റെ വസ്തുക്കളോ എന്തെങ്കിലുമൊക്കെ സ്തുതിച്ചാൽ, ദമ്മൽ ആഖിറ, അവൻ പരലോകത്തിനെ നിന്ദിച്ചിരിക്കുന്നു. വലൈസ യക്റഹു ലിഖാ അല്ലാഹ് ഇല്ലാ മുഖീമുൻ അലാ സഖതിഹി,
ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ വെറുക്കുന്നുണ്ടെങ്കിൽ അവൻ ആ വെറുപ്പുള്ളത് അള്ളാഹുവിന്റെ കോപത്തിൽ അവനായതുകൊണ്ട് മാത്രമാണ്. അതായത് ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അള്ളാഹുവിനെ കാണാൻ അതിയായ ആഗ്രഹത്തോടുകൂടി നിൽക്കുന്ന ആളായിരിക്കും, അതിയായ ആഗ്രഹത്തോടുകൂടിയുള്ളതായിരിക്കും. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നുണ്ടെങ്കിൽ അവൻ കാഫിറോ മുനാഫിക്കോ ആയിരിക്കും. കാരണം അവന് പേടിയുണ്ടാവും. ഞാൻ അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ അടുക്കൽ, അതായത് അള്ളാഹുവിന്റെ ശിക്ഷ എന്താവും എന്നുള്ള പേടിയല്ല പറയുന്നത്. പക്ഷെ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം ഒരാൾക്കില്ല എങ്കിൽ നിഫാഖ് അവന്റെ ഉള്ളിലുണ്ടായിരിക്കും. കാരണം അവന് അത്രത്തോളം അള്ളാഹുവിൽ നിന്ന് അകന്നിട്ടുണ്ടായിരിക്കും. വകാന യഖൂൽ, ഞാൻ വീണ്ടും പറയുന്നു, അള്ളാഹുവിന് മുമ്പുള്ള വിചാരണയെ കുറിച്ചുള്ള പേടിയല്ല കേട്ടോ പറയുന്നത്, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തെയാണ് ഇവിടെ പറയുന്നത്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം, മനുഷ്യ, മാ അതാക അല്ലാഹു തആല ദുനിയ ഇല്ലാ ഇഖ്തിബാറൻ, അള്ളാഹു നിനക്ക് ദുനിയാവ് നൽകുന്നില്ല പരീക്ഷണമായി കൊണ്ടല്ലാതെ. വലാ സവാഹ മുദ് ഖലഖഹ അൻ ഇബാദിഹിൽ മുഅ്മിനീൻ ഇല്ലാ ഇഖ്തിബാറൻ, അതെന്തെങ്കിലും ഒഴിവാകുന്നുണ്ടെങ്കിൽ, ആ അകറ്റുന്നുണ്ടെങ്കിൽ അതും പരീക്ഷണമായി കൊണ്ട് മാത്രമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ പരീക്ഷണത്തിനുള്ള ഭവനം മാത്രമാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഏതു സമയവും ഓർക്കണം. അതായത് ഇത് ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ആളുകൾക്ക് ഓരോ പരീക്ഷണമായിരിക്കും. അപ്പൊ ചില ആളുകൾ സമ്പത്ത് കൂടുതലായിരിക്കും, ധാരാളം സമ്പത്ത്, ധാരാളം സൗകര്യം, അവൻ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴേക്ക് അത് വാങ്ങാൻ പറ്റുന്നു, അല്ലെങ്കിൽ അത് ലഭിക്കുന്നു, അത് നേടാനുള്ള അവന് വസ്തുവകകളുണ്ട്. ഇത് പരീക്ഷണമാണ്. എന്നാൽ വേറൊരാള് അവന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം പോലും അവന് വേണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ, അതും പരീക്ഷണമാണ്. ഒന്ന് നന്ദി കാണിക്കാനുള്ളതാണ്, ഒന്ന് ക്ഷമിക്കാനുള്ളതാണ്. ഇത് മനസ്സിലാകുക എന്നുള്ളതാണ് ഒരുത്തന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അവനാണ് യഥാർത്ഥ മുഅ്മിനും ഖൈറിലാകുന്നവനും. قال الحسن بن جعفر رحمه الله പറയാണ്, سمعت مالك بن دينار يقول, مالك بن دينار പറയുന്നത് ഞാൻ കേട്ടു, الدينار والدرهم أهون من النوى, ദീനാറും ദിർഹമും എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴക്കുരുവിനേക്കാൾ വില കുറഞ്ഞൊരു കാര്യമാണ്, അഥവാ നിന്ദ്യമായ ഒരു കാര്യമാണ്. فعرفت ذلك الحسن بن أبي الحسن, അപ്പോൾ ഹസൻ ബസരി റഹിമഹുള്ളാഹിയുടെ അടുക്കൽ ഇതിനെക്കുറിച്ച് അറിയിക്കപ്പെട്ട വഖാല, അദ്ദേഹം പറഞ്ഞു, യർഹമുല്ലാഹ മാലികൻ, മാലിക് ഇബ്നു ദിനാർ അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ, ഹുമാ അഹ്വനു അലയ്യ മിനൽ ഹസ്ബാ, അത് എന്റെ അടുക്കൽ ചരൽ കല്ലിനേക്കാൾ നിസ്സാരമാണ് ദുനിയാവ്. അന്നവാ തഅകുലുഹു ദവാബ്, ഈത്തപ്പഴത്തിന്റെ കുരുവും അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മൃഗങ്ങൾ തിന്നും. വയൻതഫിഉ ബിഹിന്നാസ്, എന്നിട്ട് ആ മൃഗങ്ങളിൽ നിന്നൊരു നേട്ടം ആർക്കുണ്ടാവും? ജനങ്ങൾക്കുണ്ടാവും. വദ്ദറാഹിമു തഖ്തുലു മിൻ കസബിഹാ മിൻ ഗൈരി ഹില്ലിഹാ വതഹ്വി ബിഹി ഫീ നാരി ജഹന്നമ ബിസൽ മസീർ, എന്നാൽ ഈ ദിർഹം എന്നുള്ളത് അത് ഹറാമായതാണ് ഒരുത്തൻ നേടുന്നത് എങ്കിൽ അത് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, സഹിബ്തു അഖ്വാമൻ കാന അഹദുഹും യഅകുലു അലൽ അർദ്, ഞാനൊരു സമൂഹത്തിനെ കണ്ടിട്ടുണ്ട്, അവരോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. അവര് ഭൂമിയിൽ നിന്നുകൊണ്ട് ഭക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്, നിലത്തിരുന്നു കൊണ്ട് ഭക്ഷിക്കുന്നത്. വയനാമു അലൈഹ, ആ മണ്ണിൽ തന്നെ അവര് കിടക്കാറുണ്ടായിരുന്നു. മിൻഹും സഫ്വാൻ ഇബ്നു മുഹരിസ്, അതിൽപ്പെട്ട ഒരാളാണ് സഫ്വാൻ ഇബ്നു മുഹരിസ്. കാന ഖദ് അവദ നഫ്സഹു അക്ല റഗീഫിൻ, അദ്ദേഹം ഉണക്ക റൊട്ടിയാണ് ഭക്ഷിച്ചിരുന്നത്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇദാ അതൈതു ഇലാ അഹ്ലി വഅസബ്തു റഗീഫ, എന്റെ വീട്ടിലേക്ക് എനിക്ക് പോയാൽ എനിക്ക് ഉണക്ക റൊട്ടിയാണ് കിട്ടാറുണ്ടായിരുന്നത്. ഫജസല്ലാഹു ദുനിയ അൻ തുല്ലാബിഹാ വറാഗബീന ഫീഹാ ശർറൻ, എന്നാൽ ദുനിയാവിനെ തേടുന്ന ദുനിയാവിന്റെ ആളുകൾ അതൊരു ഷർറായിട്ടാണ് കാണുക. വകാന ആഖിറു യഖൂൽ, അതിൽ മറ്റൊരാൾ പറയുമായിരുന്നു, ഇദാ അകൽതു മിൻ തുആമികും റഗീഫ, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഉണക്ക റൊട്ടി ഞാൻ കഴിക്കുകയും വശരിബ്തു കൂസ മാഇൻ, എന്തെങ്കിലും കുറച്ച് വെള്ളവും കുടിച്ചാൽ ഫഅലാ ദുനിയാകുമുൽ അഫാ, എനിക്ക് ദുനിയാവ് നൽകപ്പെട്ടവനെ പോലെയാണ്, ദുനിയാവിൽ എനിക്ക് വലിയ കാര്യങ്ങൾ നൽകപ്പെട്ട പോലെയാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അവരങ്ങനെ ദുനിയാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വകാന അൽ ഹസൻ യഖൂൽ, ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, അഹീനു ദുനിയ, ദുനിയാവിനെ നിങ്ങൾ വില കുറച്ച് കാണണം, ദുനിയാവിനെ നിങ്ങൾ വില കുറച്ച് കാണണം. ഫഅക്രമു മാ തകൂനു ഹീന തുഹാൻ, അതിനെ എത്രത്തോളം നിങ്ങൾ വില കുറച്ച് കാണുന്നുവോ അത്രത്തോളം നിങ്ങൾ ആദരണീയനാവും. ദുനിയാവിനെ എത്രത്തോളം നിങ്ങൾ വില കുറച്ച് കാണുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഇക്റാം നൽകപ്പെടും എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതായിട്ട്, ഇദാ കാനത്ത് ദുനിയ ഫിൽ ഖൽബ് നഫറത് അൻഹൽ ആഖിറ, ഒരാളുടെ ഖൽബിൽ ദുനിയാവ് കയറി കഴിഞ്ഞാൽ പരലോകം അവിടുന്ന് ഓടിപ്പോകും, പരലോകം അവിടുന്ന് വിട്ടുപോകും. ലിഅന്നഹാ അസീസത്തുൻ കരീമ,
പരലോകം എന്നുള്ളത് പ്രതാപമുള്ള മാന്യനായിട്ടുള്ളൊരു കാര്യമാണ്. അത് ദുനിയാവിനോടൊപ്പം ഇരിക്കൂല. നല്ലൊരു രാജാവ് വന്നിട്ട് ഒരിക്കലും എന്ത് ചെയ്യൂല, താഴ്ന്ന ഒരാളുകളുടെ ഒപ്പം ഇരിക്കൂല. കാരണം അതിനൊരു പ്രതാപമുണ്ട്, ഒരു ഇജ്ജത്തുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി വന്നിട്ട്, നല്ല സ്വാലിഹായ ഒരു വ്യക്തി വന്നിട്ട് കള്ളുകൂടിയന്മാരും ചമ്മാടികളുടെ ഒപ്പം വന്നിരിക്കൂല. കാരണം എന്താണ്? അദ്ദേഹത്തിനൊരു വിലയുണ്ട്, അദ്ദേഹത്തിനൊരു ഇജ്ജത്തുണ്ട്. അതുപോലെയാണ് ദുനിയാവ് ഒരു സ്ഥലത്ത് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ, കൽബിൽ ദുനിയാവാണെങ്കിൽ അവിടെ പിന്നെ പരലോകം കയറൂല. കാരണം അത് ഇജ്ജത്തുള്ള കാര്യമാണ് പരലോകം എന്നുള്ളത്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം, എ മനുഷ്യ, ഇന്നലക ആജിലതൻ വആജില, നിനക്ക് ദുനിയാവുമുണ്ട് പരലോകമുണ്ട്. ആജിലത്ത് പറഞ്ഞാൽ പെട്ടെന്നുള്ളതാണ്, അത് ദുനിയാവിനെ ഉദ്ദേശിക്കുന്നത്. ആജിലത്ത് എന്നാൽ കുറച്ച് വൈകിട്ടുള്ളതാണ്, അത് പരലോകത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഫലാ തുസിറന്ന ആജിലതക അലാ ആജിലതക ഫതന്ദമ, നീ എങ്ങാനും ഈ പെട്ടെന്നുള്ള ദുനിയാവിനെ പരലോകത്തേക്കാൾ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നീ അതിന്റെ പേരിൽ നിരാശപ്പെടും. നിനക്കത് നിരാശയുണ്ടാക്കും, ഖേദമുണ്ടാക്കും. വഅലം, നീ മനസ്സിലാക്കുക, അന്നക ഇൻ തബിഅ ദുനിയാക ബിആഖിറതിക, നീ നിന്റെ ദുനിയാവിനെ പരലോകത്തിന് വേണ്ടി വിറ്റാൽ തർബഹുമ, രണ്ടും നിനക്ക് ലാഭം കിട്ടും. വൈൻ തബിഅ ആഖിറതക ബിദുനിയാക, നിന്റെ ദുനിയാവിന് വേണ്ടി പരലോകത്തെയാണ് വിൽക്കുന്നത് എങ്കിൽ തഖ്സർഹുമ, അത് രണ്ടും നിനക്ക് നഷ്ടമായിരിക്കും. അത് രണ്ടും നിനക്ക് നഷ്ടവുമായിരിക്കും. ഇത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്തെ ലക്ഷ്യം വെച്ചാൽ രണ്ടും കിട്ടും, ദുനിയാവിനെ ലക്ഷ്യം വെച്ചാൽ രണ്ടും പോകും. ദുനിയാവും കിട്ടാൻ പോണില്ല, പരലോകം കിട്ടാൻ പോണില്ല. ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഒരിക്കലും ദുനിയാവിൽ അവന് സമാധാനം കണ്ടെത്താൻ പറ്റൂല, പരലോകത്തിലും നഷ്ടമായിരിക്കും സംഭവിക്കുക. അദ്ദേഹം പറഞ്ഞു, ഇബ്നു ആദം, എ മനുഷ്യ, ഇന്നഹു ലാ യദുറുക മാ ദുവിഅ അൻക മിൻ ദുനിയാക, നിനക്ക് ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഒരു ദോഷവും നിനക്ക് ചെയ്യില്ല. ഇദുഖിറ ലക ഖൈറു ആഖിറതിക, നിനക്ക് പരലോകത്തിൽ നന്മയായിട്ടുണ്ടെങ്കിൽ. വമാ യൻഫഉക ഖൈറു മാ അസബ്ത മിൻഹാ ഇദാ ഹുരിംത ഖൈറ ആഖിറതിക, പരലോകത്തിലെ നന്മ നിനക്ക് തടയപ്പെട്ടിട്ട് ദുനിയാവിൽ എന്തെല്ലാം നൽകപ്പെട്ടാലും നിനക്കൊരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല. നിനക്കൊരു ഉപകാരവും അത് ചെയ്യാൻ പോകുന്നില്ല. സഹോദരങ്ങളെ, എത്രയെത്ര ആളുകളാണ് അവർ അവരുടെ ദുനിയാവിന്റെ ആധിക്യവും അല്ലെങ്കിൽ ദുനിയാവിൽ വരുന്ന ലാഭങ്ങളും നന്മകളും അവരത് വലിയ നേട്ടമായി കാണുന്നു. അവരെ പരലോകത്തിന് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുന്നേയില്ല. എന്നാൽ മറ്റു ചില എത്ര ആളുകളാണ് അവർ പരലോകത്തെ അവരുടെ നേട്ടങ്ങൾ, അവർക്കൊരു 2 റക്അത്ത് നിസ്കാരം അധികരിച്ച് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു നോമ്പ് കൂടുതലായി എടുക്കാൻ സാധിച്ചാൽ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ ഒരു വർധനവ് വന്നാൽ, ഒരു കച്ചവടക്കാരന് വലിയ ലാഭം നേടുന്നതിനേക്കാൾ അവർ സന്തോഷിക്കുന്നുണ്ട്. അവർ സ്ഥിരമായി ചെല്ലുന്ന എന്തെങ്കിലും ഒരു ദിക്ർ അവർക്ക് നഷ്ടപ്പെട്ടാൽ, ഒരു കച്ചവടക്കാരന് കച്ചവട വസ്തുവിൽ നഷ്ടം വരുമ്പോൾ ഉണ്ടാകുന്ന ഖേദത്തിനേക്കാൾ അവർ ഖേദിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. ഇബ്നു ആദം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഇന്ന ദുനിയ മസിയത്തുൻ ഇൻ റകിബ്തഹ ഹമലത്ക വഇൻ ഹമൽതഹ അസ്ഖലത്ക, ദുനിയാവ് എന്നുള്ളത് ഒരു യാത്രാമൃഗം പോലെയാണ്. നീ അതിന്റെ മേലെ യാത്ര ചെയ്താൽ നിനക്ക് പോകാൻ സാധിക്കും. നീ അതിനെ ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഭാരമായിരിക്കും. അതായത് കപ്പലിൽ യാത്ര ചെയ്യണ പോലെയാണ്. കപ്പലിൽ യാത്ര പറഞ്ഞാൽ കപ്പൽ എന്തിനുള്ളതാ? വെള്ളത്തിലൂടെ യാത്ര ചെയ്യാനുള്ളതാ. ആ വെള്ളം കപ്പലിൽ കയറിയാലോ കപ്പലും മുങ്ങും, നമ്മളും മുങ്ങും. അതാണ് ഉണ്ടാവുക. ഇതുകൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം, എ മനുഷ്യ, ഇന്നക മുർതഹനും ബിഅമലിക, നീ നിന്റെ കർമ്മങ്ങളുടെ മേലെ ബന്ധിതനായതാണ്. വാരിദുൻ അലൈക അജലുക, നിന്റെ സമയം വന്നെത്തുക തന്നെ ചെയ്യും. മഅറൂദുൻ അലാ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഫഖുദ്ഹാ ഫീ യദൈക ലിമാ ബൈന യദൈക, നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത്, എന്താണോ നിനക്ക് നന്മയായിട്ട് എടുക്കാൻ പറ്റുന്നത് നീ എടുക്കുക. ഫഇൻദൽ മൗതി യഅതീകൽ ഖബറുൽ യഖീൻ, മരണം നിനക്ക് കൊണ്ടുവന്നു തരും. ഏറ്റവും ദൃഢമായ വാർത്ത മരണം നിനക്ക് കൊണ്ടുവന്നു തരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാരായണം ചെയ്തു, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സന്താനമോ സമ്പത്തോ ഉപകരിക്കാത്ത ദിവസം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഖൽബ് കൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടിയവനല്ലാതെ അത് മാത്രമേ നാളെ പരലോകത്ത് ഉപകരിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ ഫസിലിൽ തന്നെ ഇനിയും ധാരാളം അസറുകളുണ്ട്. നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ചിന്തിക്കേണ്ട, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് ഈ വാചകങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാനും
ദുനിയാവിനോട് അതിയായ ആർത്തിയില്ലാതെ ഖൽബ് തഅല്ലുഖാവാത്ത പരലോകവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ അറിയുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.